ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കിഡിലൻ സെയിൽ വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് 15ഓളം പ്ലാന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. കലാത്തി അല്ലെങ്കിൽ ഇതാ പീസ് ലില്ലി, എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് ഇന്നത്തെ സെയിലിൽ വരുന്നത്. പിന്നെ നമുക്ക് അഗ്ലോണിമയുടെ 3 വെറൈറ്റി ഉണ്ട്, ഫിലോഡ്രൻഡ്രോണിൻ്റെ 4 വെറൈറ്റി ഉണ്ട്, പിന്നെ നമുക്ക് അലോക്കേഷ്യയുടെ 3 വെറൈറ്റി. ഇതെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഓരോന്നിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഒരിക്കൽ കൂടി ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അലോക്കേഷ്യ വെറൈറ്റിയാണ്. അലോക്കേഷ്യയുടെ 3 വെറൈറ്റിയാണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുപ്രിയ വെറൈറ്റിയാണ്. കുപ്രിയയുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രാവശ്യം ഇതിൽ നിന്ന് എടുത്തിട്ടാണ് അയക്കുന്നത്, പോട്ടിൽ നിന്ന് എടുത്തിട്ടാണ് അയക്കുന്നത്. എല്ലാ ചെടികളും അതേപോലെ തന്നെയാണ് പോട്ടിൽ നിന്ന് എടുത്തിട്ട് അയക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ചെടികൾ വേണമെങ്കിൽ അങ്ങനെ അയക്കുന്നതാണ് എളുപ്പം. നമുക്ക് കൊറിയർ ചാർജൊക്കെ അപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഇതിന് വരുന്നത് നമുക്ക് ഈ ഒരു 250 രൂപയാണ് വരുന്നത് കുപ്രിയ വെറൈറ്റിക്ക്. ഇത് നല്ല ഹെൽത്തി വലിയ പ്ലാന്റുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു പോട്ടിൽ നിന്ന് എടുത്തിട്ട് നേരെ കവറിലേക്ക് ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് വേണ്ടത്. ഏതൊക്കെ പ്ലാന്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചാൽ മതി. ഞാനിതിൻ്റെ പേരും അതേപോലെ തന്നെ റേറ്റ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതിന് 250 രൂപയാണ് വരുന്നത് ഈ ഒരു കുപ്രിയ വെറൈറ്റിക്ക്. ഇത്രയും ഹെൽത്തി പ്ലാന്റുകളാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് അലോക്കേഷ്യയുടെ സിന്നറ്റ എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി വെറൈറ്റിയാണ് വരുന്നത്. ഇത് അത്യാവശ്യം റയറായിട്ട് കിട്ടുന്ന ഒരു പ്ലാന്റാണ് വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ഹെൽത്തി പ്ലാന്റുകളാണ് വരുന്നത്. ഇത് നമ്മൾ പോട്ടിൽ നിന്ന് എടുത്തിട്ടാണ് അയക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചില പ്ലാന്റുകളൊക്കെ ഇപ്പോൾ 3 പ്ലാന്റുകളൊക്കെ വേണ്ടവർ ഈ ഇത്തരം പ്ലാന്റുകൾ, ഈ ഒരു കോക്കോപിറ്റിൽ വരുന്ന പ്ലാന്റുകൾ ചട്ടിയോടെ വേണമെങ്കിൽ അത് സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചെടികൾ എടുക്കുമ്പോൾ കൊറിയർ ചാർജ് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് അയക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത്. ഇതിന് വരുന്നതും 250 രൂപയാണ്. ഇത് റയറാണ്. നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാം നല്ല റേറ്റുള്ളൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. നമ്മുടെ സിൽവർ ഡ്രാഗൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അലോക്കേഷ്യയുടെ 3ാമത്തെ വെറൈറ്റി. ഇതും നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റാണ് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വരുന്നത് 210 രൂപയാണ്. നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുണ്ടാകുന്ന നമ്മുടെ നഴ്സറിയിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ, നല്ല ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഇതും ഹെൽത്തി പ്ലാന്റുകളാണ് വരുന്നത്. അപ്പം ഇതിനും 210 രൂപയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അടുത്തത് വരുന്നത് CC പ്ലാന്റിൻ്റെ ബ്ലാക്കാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് കാണുന്നതിന് അറിയാം നല്ല ബുഷി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് വരുന്നത്. ഇതിന് നമുക്ക് 200 രൂപയാണ് വരുന്നത്. ഇത് നമ്മൾ പോട്ടിൽ നിന്ന് എടുത്തിട്ടാണ് അയക്കുക. കാരണം അറിയാം CC പ്ലാന്റ് വന്നിരിക്കുന്നത് മണ്ണിലാണ്, നല്ല ഹെവി വെയിറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മണ്ണിൽ നിന്ന് എടുത്തിട്ട് ഈ ഒരു പോട്ടിൽ നിന്ന് എടുത്തിട്ടാണ് അയക്കുക. പക്ഷേ ഇതേപോലെ 4-5 ഷൂട്ടുകളുള്ള പ്ലാന്റുകളായിരിക്കും. നിങ്ങൾ ഇൻഡോറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ഇൻഡോറിൽ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റാണ് CC പ്ലാന്റ് ബ്ലാക്ക്. ഇതാണ് നമ്മൾ അടുത്തൊരു പ്ലാന്റ് വരുന്നത്. ഇതിന് വരുന്നത് 200 രൂപയാണ് ഇത്രയും തിക്കായിട്ടുള്ള പ്ലാന്റിന് വരുന്നത്. നമുക്ക് അടുത്തത് വരുന്നത് കലാത്തിയുടെ 2 വെറൈറ്റി. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല റയർ ആയിട്ടുള്ള വെറൈറ്റിയാണ് വരുന്നത്. ഡാർക്ക് കളറാണ്, നല്ല അടിപൊളി പ്ലാന്റാണ്. അപ്പോൾ ഇതും നമുക്ക് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത്. ഇതിന് നമുക്ക് വരുന്നത് ഒരു പ്ലാന്റിന് 260 രൂപയാണ്. അപ്പോൾ ഏത് പ്ലാന്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചാൽ മതി. ഞാൻ പേര് എഴുതി കാണിക്കുന്നുണ്ട്, റേറ്റിംഗ് കാണിക്കുന്നുണ്ട്. 260 രൂപയാണ് ഇതിന് 260 രൂപ. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റിനും 260 രൂപയാണ് വരുന്നത്. പിന്നെ നമുക്ക് പീസ് ലില്ലിയുടെ വെരിഗേറ്റഡ് ആണ് വരുന്നത്. വെരിഗേറ്റഡും ഉണ്ട്, നോർമലും ഉണ്ട്. അപ്പോൾ ഈ വെരിഗേറ്റിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. ഇതിന് 200 രൂപയാണ് വരുന്നത്. ഇത് നമ്മുടെ സാധാരണ മോഡലായിട്ട് ഇത് 2 ഇൻഡോറിൽ വെക്കാൻ പറ്റിയ അടിപൊളി പ്ലാന്റാണ്. ഇതിന് വരുന്നത് നമുക്ക് 100 രൂപയാണ് വരുന്നത്. ഇത് നിങ്ങൾക്കറിയാം സാധാ പീസ് ലില്ലി അല്ല, നമ്മൾ ഈ ഡാർക്ക് കളർ വെറൈറ്റി ഉണ്ടല്ലോ, നമ്മളതിന് മുൻപ് ഇത് സെയിൽ ചെയ്തിട്ടുണ്ട്. ഇൻഡോറിലും അതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പിങ്ങിൽ ഷെയ്ഡിൽ ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പ്ലാന്റാണ്. ഇതിൻ്റെ ഹെൽത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതും വരുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് വരുന്നത്. ഇതിന് 200 രൂപയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിന് 100 രൂപയാണ് വരുന്നത്. പിന്നെ നമ്മുടെ അഗ്ലോണിമയുടെ 3 വെറൈറ്റി. അഗ്ലോണിമ നമ്മൾ സിംഗിൾ ഷൂട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത്. നമ്മൾ ഇതിന് മുൻപ് സെയിലിട്ടുണ്ടായിരുന്നു. ഇത് സൂപ്പർ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് വരുന്നത്. ഇതിന് വരുന്നത് 200 രൂപയാണ് വരുന്നത്. ഇത് നമ്മൾ എടുത്തിട്ടാണ് അയക്കുക. ഇനി പോട്ടോട് കൂടി വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അയക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അടുത്ത് വരുന്ന ഈ ഒരു വെറൈറ്റിയാണ്. ഇതിനും നമുക്ക് 200 രൂപയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു റെഡ് വെറൈറ്റിയാണ് വരുന്നത്.
ഈ റെഡിന് നമുക്ക് 220 രൂപയാണ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് വരുന്നത്. പോട്ടോട് കൂടി അല്ലെങ്കിൽ ഇത് പോട്ടിൽ നിന്ന് എടുത്തിട്ട് വേണമെങ്കിലും, കൂടുതൽ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ പോട്ടിൽ നിന്ന് എടുത്തിട്ട് അയക്കുന്നതാണ് നല്ലത്. ഈ 3 എണ്ണമൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ മേടിക്കാവുന്നതാണ്. നല്ല അടിപൊളി അഗ്ലോണിമ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക്, അത് വളർത്താൻ തുടങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റാണ്. കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫിലോഡെൻഡ്രോണിൻ്റെ 4 വെറൈറ്റിയാണ് വരുന്നത്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള, നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഒരു പാറ്റേൺ. ലീഫ് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ തണ്ടിൽ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വരുന്നത്. ഫിലോഡെൻഡ്രോൺ സ്കാമിഫൈലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു ചെടീൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മളൊരു ഗാർഡനിൽ ആ രീതിയിലുള്ള ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ പറ്റിയ ചെടിയാണ്. നല്ല ഫിലോഡെൻഡ്രോൺ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വലുതായി പോകുന്ന ഒരു പ്ലാന്റാണ്. നമുക്കിതേപോലെ സ്റ്റിക്കിലൊക്കെ ചെയ്ത് വളർത്തണമെങ്കിൽ ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ, ഇതിൻ്റെയൊക്കെ കെയറിങ് നിങ്ങൾക്ക് അറിയാൻ തോന്നും. ഷെയ്ഡുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് വളരും. വെയിൽ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ലീഫ് പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിന് നമുക്ക് വരുന്നത് 200 രൂപയാണ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് വരുന്നത് 200 രൂപയാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ വരുന്ന കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു യെല്ലോ വെറൈറ്റി. ഇത് നമുക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ മുൻപ് സെയിലിനിട്ടുണ്ടായിരുന്നു. ഇത് 180 രൂപയാണ് വരുന്നത്. ഇതേപോലെ ഹെൽത്തി പ്ലാന്റ് ആണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മളൊരു ഗോൾഡൻ കളറാണ് വരുന്നത്. ഗോൾഡൻ റഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലോഡെൻഡ്രോൺ ഗോൾഡൻ റഷ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വരുന്നത്. ഇതിന് വരുന്നത് 180 രൂപയാണ് വരുന്നത്. പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. ഗോൾഡ് വയലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള റയറായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത്. ഇത് ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയിലാണ് വരുന്നത്. ഇതും കാണുമ്പോൾ പറയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത്. ഇതിനും വരുന്നത് 200 രൂപയാണ് ഈ ഒരു വെറൈറ്റിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വരുന്ന ഈ ഒരു കളർ, റെഡ് കളർ അല്ലെങ്കിൽ നമുക്കൊരു ഓറഞ്ച് കളറൊക്കെ മിക്സ് ആയിട്ട് വരുന്ന, നമ്മൾ റെഡ് എന്നാണ് പറയുന്നത്. ഇതിന് വരുന്നത് നമുക്ക് 180 രൂപയാണ് വരുന്നത് ഫിലോഡെൻഡ്രോണിൻ്റെ ഈ ഒരു വെറൈറ്റി. അപ്പോൾ ഈ ഫിലോഡെൻഡ്രോൺ 4 എണ്ണമൊക്കെ ഒന്നിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മളിപ്പം ഇത്രയും 4 വെറൈറ്റിയാണ്. അതേപോലെ തന്നെ ഇത്രയും പ്ലാന്റുകൾ നമുക്ക് 15 പ്ലാന്റുകളാണ് ഇന്നത്തെ ഒരു സെയിലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മേടിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അയക്കുന്നത് DTDC വഴിയാണ്. കേരളം, തമിഴ്നാട്, കർണാടക സ്റ്റേറ്റുകളിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു കലാത്തിയ വെറൈറ്റി ഒക്കെ മേടിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കെയറിങ് അറിയുന്നവരായിരിക്കും. ഷെയ്ഡിൽ വെക്കണം. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫൊക്കെ പൊള്ളി പോകാനുള്ള സാധ്യതയുണ്ട്, നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചീച്ചലോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സാഫ് എന്ന് പറഞ്ഞത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ച് കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്. സാഫ് എന്നുള്ള മരുന്നൊക്കെ നമുക്ക് എല്ലാ പിന്നെ കടകളിലും മേടിക്കാൻ കിട്ടും, വളപ്പീടികളിലൊക്കെ മേടിക്കാൻ കിട്ടും. അതേപോലെ തന്നെ നന്നായിട്ട് വളരാൻ, നന്നായിട്ട് ചെടികൾ നന്നായിട്ട് വളരാൻ നമ്മൾ പിന്നെ ഓൺലൈൻ ടീനോ അതൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് 2 ആഴ്ച കൂടുമ്പോഴോ, വീടുകളൊക്കെ ആണെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോഴൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഷോപ്പുകളിലേക്കാണെങ്കിൽ വീക്കിലി 1 ടൈമൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഡോസേജ് കുറച്ച് ചെയ്താൽ മതി. ഒരു 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ എല്ലാ ആഴ്ചയും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മളിപ്പോൾ ഇന്ന് കാണിച്ചിരിക്കുന്ന ഫുൾ ചെടികളും ഇലച്ചെടികളാണ്, ലീഫ് പ്ലാന്റ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ മറ്റുള്ള കോമ്പുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് പറയാം ഏതൊക്കെ പ്ലാന്റുകളാണ് കൂടുതലായിട്ട് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെയിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കുക. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ സ്ക്രീനിലും ഞാൻ ഇടയ്ക്ക് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.